നമ്മൾ ഉറങ്ങാനായി കിടക്കുമ്പോൾ കുരിശു വരയ്ക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ കിടന്നുറങ്ങുന്നതിൻ്റെ 4 വശത്തായി കുരിശു വരച്ചു നോക്കിയിട്ടുണ്ടോ? അതെന്തിനാണെന്നും അതിൻ്റെ ശക്തിയെക്കുറിച്ചും അറിയുന്നവരാണോ നമ്മൾ? നമ്മുടെ പ്രവർത്തന സമയങ്ങളിലെ പോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും നമുക്ക് ഈശോയുടെ സംരക്ഷണവും കരുതലും എത്രയധികം ആവശ്യമാണ്. വിശുദ്ധ കുരിശെന്നാൽ മരണത്തിന്മേലുള്ള ക്രിസ്തുവിൻ്റെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ 4 വശത്തായി കുരിശു വരയ്ക്കുന്നത് വഴി അപകടങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, അശുദ്ധാത്മാക്കളുടെ പീഡനങ്ങളിൽ നിന്നും, ഉപദ്രവങ്ങളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും, ഉറക്കമില്ലായ്മയിൽ നിന്നും, എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം ഉറങ്ങുന്നതിൻ്റെ 4 വശങ്ങളിലായി കുരിശു വരയ്ക്കുന്നത് വളരെ ആവശ്യമുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ട് ഒന്നുറങ്ങി നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനും കഴിയും. രാത്രികളിൽ മാത്രമല്ല, കുരിശടയാളം എന്നത് നിത്യജീവിതത്തിൽ തന്നെ വലിയ സംരക്ഷണം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഉണരുമ്പോഴും, യാത്രയിൽ പുറപ്പെടുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും നാം സ്വീകരിക്കേണ്ട ഒന്നാണ് വിശുദ്ധ കുരിശടയാളം. രാവിലെ ഉണരുമ്പോൾ മുതൽ നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ 4 വശത്തായി കുരിശു വരയ്ക്കുന്നതിൻ്റെ പ്രാധാന്യവും വിലയും എത്രമാത്രമാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ നിമിഷം മുതൽ വിശുദ്ധ കുരിശു വരയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. അതുപോലെ തന്നെ വിലമതിക്കുന്ന ഒന്നാണ് വിശുദ്ധ കുരിശിനോടുള്ള പ്രാർത്ഥന. കുരിശടയാളം വരയ്ക്കുന്നതോടൊപ്പം ശക്തിയേറിയ പ്രാർത്ഥന കൂടി അതോടൊപ്പം ചെല്ലുമ്പോൾ ലഭിക്കുന്ന സംരക്ഷണത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ശക്തി വർദ്ധിക്കുന്നു. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുന്നവർക്കും, വായിച്ചു കേൾക്കുന്നവർക്കും, കൂടെ കൊണ്ട് നടക്കുന്നവർക്കും പെട്ടെന്നുള്ള മരണം സംഭവിക്കില്ല. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് വിഷബാധയോ പൊള്ളലോ ഏൽക്കുകയില്ല. വെള്ളത്തിൽ മുങ്ങിയുള്ള മരണം സംഭവിക്കില്ല. ഈ പ്രാർത്ഥന സൂക്ഷിക്കുന്ന ഭവനങ്ങളിൽ ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കപ്പെടും. ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഗർഭിണികൾക്ക് സുഖപ്രസവം ലഭിക്കും. കുഞ്ഞിൻ്റെ വലത്തുഭാഗത്ത് ഈ പ്രാർത്ഥന സൂക്ഷിക്കുകയാണെങ്കിൽ തിന്മയുടെ യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. അപസ്മാര രോഗികളുടെ വലത്തുഭാഗത്ത് ഈ പ്രാർത്ഥന സൂക്ഷിച്ചാൽ അവർ സുഖം പ്രാപിക്കും. ആരെങ്കിലും ഈ പ്രാർത്ഥന തനിക്കോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അവരെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. വിശുദ്ധ കുരിശടയാളത്തോടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്നും ഉറങ്ങുന്നതിനു മുൻപ് ചൊല്ലി പ്രാർത്ഥിക്കാം. ഓ ആരാധ്യനായ ദൈവമേ, രക്ഷകനായ യേശു ക്രിസ്തുവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. വിശുദ്ധ കുരിശേ, എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ അപകടങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എനിക്ക് നിത്യജീവൻ നൽകണമേ. ഓ ക്രൂശിതനായ നസ്രായക്കാരൻ യേശുവേ, ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖവെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കോദോമോസും യൗസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംരക്ഷിച്ചുവെന്നും അവിടുന്ന്
സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവേ, എന്നിൽ കനിയണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭയം കൂടാതെ കുരിശു വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ. അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.